ശരീരഭാരം കുറയ്ക്കാൻ വ്യായാമം തുടങ്ങി മിസ് കേരള പട്ടം നേടിയ ഒരു വീട്ടമ്മയുടെ കഥയാണ് ഇനി. അപ്രാപ്യമാണെന്ന് തോന്നുന്ന സ്വപ്നങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ ഒന്ന് കയ്യെത്തിയാൽ കൈപ്പിടിയിലാക്കാമെന്ന് തെളിയിക്കുന്ന കോഴിക്കോട് ഒളവണ്ണ കുന്നത്തുപാലം സ്വദേശിനിയായ കവിത. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാനതല വുമൻ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് കവിത മിസ് കേരള കിരീടം അണിഞ്ഞത്. കോളേജ് കാലത്ത് പാട്ടും നൃത്തവും ഒക്കെയായിരുന്നു കവിതയ്ക്കിഷ്ടം. വിവാഹശേഷം അതൊക്കെ ഓരോ തിരക്കിൽ പോയി. ജീവിത തിരക്കുകളോട് മല്ലടിച്ചു കഴിയുമ്പോഴാണ് തടി കുറയ്ക്കണമെന്ന തോന്നലുണ്ടായത്. അങ്ങനെ പ്രത്യേകിച്ച് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ തടി കുറയ്ക്കാൻ ജിമ്മിൽ പോയതാണ്. പിന്നീട് കവിത ചെന്ന് നിന്നത് മിസ് കേരള പട്ടത്തിൻ്റെ മികവിലാണ്. സ്ത്രീകൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. വീട്ടിലെ കാര്യം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ കുട്ടികളെ കാര്യങ്ങൾ ചെയ്തിട്ട് വർക്കൗട്ടിനൊന്നും പോകാൻ സമയം ഉണ്ടാവില്ല എന്നാണ് പറയുക. പക്ഷെ അതൊക്കെ വെറുതെ പറയാണ്. സമയം കണ്ടെത്തിയാൽ എല്ലാം ചെയ്യാൻ പറ്റും. സംസ്ഥാനതല വുമൻ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലെ മിസ് കേരള കിരീടമാണ് കവിത നേടിയത്. ജിംനേഷ്യത്തിലെ പരിശീലനവും ചിട്ടയോടെ ഭക്ഷണക്രമങ്ങൾ പിന്തുടരുന്നതുമൊക്കെ ആദ്യം കഠിനമായിരുന്നു. പക്ഷേ കഠിനമായതിനെ മനോഹരമാക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഒരു ത്രില്ലെന്നാണ് ഇപ്പോൾ കവിതയുടെ മനോഭാവം. നമ്മളെ ബോഡി കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ലേഡീസ് എന്താ വെച്ചാൽ, ഇപ്പോൾ മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ വയറൊക്കെ ചാടി ഒരു വൃത്തികേടാണെന്നാണ് എൻ്റെ ഇപ്പോൾ ഒരു ഇത്. ഞാനങ്ങനെയായിരുന്നു. വയറൊക്കെ ചാടി കാണാനൊക്കെ എന്തോ പോലെയായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ ബോഡി ഫിറ്റാക്കി വെക്കാം. ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിന് കോമ്പറ്റീഷൻ ഇറങ്ങാനല്ല, അല്ലാതെ തന്നെ ഫിറ്റായി നിൽക്കുമ്പോൾ കാണാൻ രസമല്ലേ കാണാൻ. നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂടും. അയ്യോ കല്യാണം കഴിഞ്ഞില്ലേ, അമ്മയായില്ലേ, അയ്യോ അതിൻ്റെ എല്ലാം സമയം കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് ഒറ്റയൊന്നേ കവിതയ്ക്ക് പറയാനുള്ളൂ: നല്ലതൊന്നും ചെയ്യാൻ ഇന്ന സമയമെന്നില്ല. പൊതുവേ സ്ത്രീകൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യവും വീട്ടിൽ ഹസ്ബൻഡിൻ്റെ കാര്യവും പിന്നെ ഇപ്പോൾ വീട്ടിൽ അച്ഛനമ്മമാരുണ്ട് അവരെയൊക്കെ നോക്കാന്നാണ്. സ്വന്തം കാര്യം തീരെ നോക്കാറില്ല. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളെ കാര്യം, നമ്മളെ സ്നേഹിക്കണം കുറച്ചെങ്കിലും. നമ്മളെ ബോഡി ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഒരുപാട് ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും, ബാക്ക് പെയിൻ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനെനിക്ക് ബാക്ക് പെയിനൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് വർക്കൗട്ടൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്കും ഈ ബാക്ക് പെയിനൊക്കെ മാറിയത്. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വർക്കൗട്ടിന് മാറ്റി വയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കവിതയ്ക്ക് പിന്തുണയായി ഭർത്താവ് നിധീഷും കോച്ച് അഷ്റഫും കട്ടയ്ക്ക് കൂടെയുണ്ട്. ആരോഗ്യം കൊണ്ടുവന്ന ആത്മവിശ്വാസമാണ് തൻ്റെ കിരീട നേട്ടത്തിന് കരുത്തായതെന്ന് ഈ 38-കാരി. ഇതുകൊണ്ടൊന്നും അവസാനിപ്പിച്ചിട്ടില്ല. വരാനിരിക്കുന്ന ദേശീയ മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങളിലാണ് കവിതയും പരിശീലകരും. ന്യൂസ് മലയാളം, കോഴിക്കോട്.